നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മളൊരു ഓർഡർ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. കൊള്ളായിരുന്നു. ഈ ആറാട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഒരു അമ്പലത്തിന് കുളമാണ്. പക്ഷെ അമ്പലം ഇവിടെ ഒന്നും കണ്ടില്ല. പക്ഷെ ഇവിടെ കുളം അധികം ഇഷ്ടം പോലെ മീൻ, നിറച്ച് മീനുണ്ട്. തേങ്ങ ആമ ഷിറ്റ് ചെയ്തെന്ന് കൊണ്ട് നോക്കിയിരിക്കുകയാണ്. തേങ്ങ ഇങ്ങനെയാണ്. എന്തായാലും സംഭവം കൊള്ളാൻ ഗൈസ്, നല്ല അടിപൊളി. ഇഷ്ടംപോലെ മീനുണ്ട്. തേങ്ങ ചൂണ്ടിട്ടാലോ? നമ്മളാൾക്കാരുടെ ചൂണ്ടിട്ടാ അവസ്ഥ. എന്തായാലും കൊള്ളാം, അടിപൊളി ഗൈസ്. ഗുദൂല് തട്ടടന്ന് പേരുണ്ടപ്പം തേങ്ങ ഓടിച്ചിട്ട് ബജ്ജി വരെ വാങ്ങിക്കൊണ്ട് പോയതാണ്. പോയപ്പോഴാണ് മനസ്സിലായത് അത് ഭാവാണ് ഗൈസ്. ടച്ചിങ്സ് ആയിരുന്നു. അവസാനം 10-20 മുട്ട വെച്ച് വാങ്ങിച്ചിട്ട് വന്നു. തേങ്ങയെ കൊണ്ട് ശല്യ ബാറിപ്പോ അടിക്കാൻ വേണ്ടി പോയ തേങ്ങ ഇപ്പൊ ഇതേ കൂടി പിടിച്ചിട്ട് അടുപ്പിച്ചു തന്നെ. അത് AC ലോക്കലാണ്. AC ഇപ്പുറത്താണ്. അതാണ് നാറ്റം. AC നാറ്റത്തിലുണ്ടാവില്ല. നമ്മളിപ്പോ 1 മണിക്കൂർ ഓർഡറിലായിരിക്കുന്നത്. തേങ്ങ അളപ്പിട്ട് പറിക്കാൻ വേണ്ടി പോയതാണ്. കിട്ടിയാവല്ലോ? എത്തുന്നില്ല. എളപ്പള്ളിൽ കൂടാണ്ട് 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യണം ഈ ഓർഡറില്ലാതെ. അപ്പൊ തേങ്ങ സമയത്ത് അപ്പുറത്ത് ചെടി എന്തോ പറിക്കാൻ വേണ്ടി പോയതാണ്. തേങ്ങ എന്താ പറിക്കാൻ വേണ്ടി പോയത്? സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടാം. മറ്റേ ഒരു ചുമന്ന കേക്കിലൊക്കെ വെക്കൂല, മൽബറിയോ സ്ട്രോബെറിയോ എന്തൊരു സാധനം. എന്തോ ഒരു ബെറി. അതെ, അത് പക്ഷെ കളർ നോക്കിക്കണല്ലേ? അത് കളർ മുക്കണം. ഇത് ഒറിജിനൽ. ഇതാണ് ഗൈസ് പഴുത്തത്. ആ കറുത്ത് നിൽക്കുന്നതാണ് പഴുത്തത്. അത് എത്തൂല. ഇവിടെ നിന്നക്കാര് പറിച്ചു പോയി തേങ്ങ പറഞ്ഞു. തേങ്ങയുടെ പരാതി. പറിച്ചോ? എത്തെങ്കിൽ പറിച്ചോ? എത്തോ? മമ്മി ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ട് മമ്മിക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കാണ് തേങ്ങ. നമ്മൾ ഓടി ഇപ്പോ എവിടെ തിന്നാല് ഏതൊരു ഭാഗത്തെത്തി ഗൈസ്. ഇവിടെ ഇപ്പോൾ ഒരു അമ്പലത്തോടൊപ്പം നിശ്ചയം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു നേരം പ്രാർത്ഥിച്ച് നമുക്ക് വീട്ടിൽ പോകാം. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മറന്നിരിക്കാൻ കാണിക്കട്ടെ.